മിക്ക വിശ്വാസികളും എല്ലാ ദിവസവും പരിശുദ്ധാത്മാവിനോട് സംസാരിക്കാറുണ്ട്. എന്നാൽ വളരെ കുറച്ചുപേർ മാത്രമേ അവൻ സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ കേട്ടിട്ടുള്ളൂ. സ്വർഗം നിശബ്ദമായതുകൊണ്ടല്ല, മറിച്ച് എങ്ങനെ കേൾക്കണം, എങ്ങനെ തിരിച്ചറിയണം, എങ്ങനെ പ്രതികരിക്കണം എന്ന് ആരും അവരെ പഠിപ്പിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ്. ഈ വീഡിയോയിൽ ഏകപക്ഷീയമായ പ്രാർത്ഥനകളെ ദൈവാത്മാവുമായുള്ള യഥാർത്ഥ സംഭാഷണങ്ങളാക്കി മാറ്റുന്ന 6 കൃത്യമായ ഘട്ടങ്ങൾ ഞങ്ങൾ വെളിപ്പെടുത്തും. നമുക്കിപ്പോൾ ആരംഭിക്കാം. ഒന്നാമത്തെ ഘട്ടം, അവൻ ആരാണെന്ന് നഷ്ടപ്പെട്ട ധാരണ വീണ്ടെടുക്കുക. നിങ്ങളുടെ വായിൽ നിന്ന് ഒരു വാക്ക് പുറത്തു വരുന്നതിന് മുമ്പ് നിങ്ങളൊരു അടിസ്ഥാന സത്യം നിങ്ങളുടെ ഹൃദയത്തിൽ ഉറപ്പിക്കണം. കാരണം മറ്റെല്ലാം ഇതിൽ ഉയരുകയോ വീഴുകയോ ചെയ്യും. പരിശുദ്ധാത്മാവ് ഒരു സ്വാധീനമല്ല. ആരാധനയ്ക്കിടെ സന്ദർശിക്കുന്ന ഒരു വികാരമല്ല അവൻ. ചില മുറികളിൽ ഇറങ്ങുന്ന ഒരു പവിത്രമായ മാനസിക അവസ്ഥയുമല്ല അവൻ. അവൻ ദൈവത്വത്തിൻ്റെ മൂന്നാമത്തെ വ്യക്തിയാണ്. പൂർണ്ണമായും ദൈവം, നിത്യമായ വ്യക്തിത്വമുള്ളവൻ, സ്വന്തം മനസ്സും ഇച്ഛാശക്തിയും വികാരങ്ങളും ഉള്ളവൻ. എഫേസ്യർ 4:30 കൽപ്പിക്കുന്നു, വീണ്ടെടുപ്പിന്റെ ദിവസത്തിനായി നിങ്ങളെ മുദ്രയിട്ട ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദുഃഖം ഒരു ഊർജത്തിന്റെ പ്രതികരണമല്ല. ദുഃഖം നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രതികരണമാണ്. നിങ്ങളത് മനസ്സിലാക്കുന്ന നിമിഷം പ്രാർത്ഥന മതപരമായ പ്രവർത്തനങ്ങളിൽ നിന്ന് ബന്ധങ്ങളുടെ കൈമാറ്റത്തിലേക്ക് മാറുന്നു. ആദിമസഭ ഇത് വളരെ ആഴത്തിൽ മനസ്സിലാക്കിയതിനാൽ അപ്പോസ്തല പ്രവർത്തികൾ 15:28 അവർ എഴുതി, അത് പരിശുദ്ധാത്മാവിനും നമുക്കും നല്ലതായി തോന്നി. അതിൻ്റെ ക്രമം ശ്രദ്ധിക്കുക. പരസ്പരം ആലോചിക്കുന്നതിന് മുമ്പ് അവർ ഇതിനകം തന്നെ അവനോട് കൂടി ആലോചിച്ചിട്ടുണ്ടെന്ന് അവർക്ക് അറിയാമായിരുന്നു. അവർ തീരുമാനങ്ങൾ എടുക്കുകയും അനുഗ്രഹിക്കാൻ അവനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നില്ല. അവർ ആദ്യം ശ്രദ്ധിക്കുകയും പിന്നീട് നീങ്ങുകയും ചെയ്തു. മിക്ക ആധുനിക വിശ്വാസികളും ആ ക്രമം മാറ്റിമറിച്ചു. സ്വർഗം അകലെയാണെന്ന് തോന്നുന്നതിൻ്റെ കാരണം വിപരീതമാണ്. നിങ്ങളൊരു ആശയമായി കരുതുന്ന ഒരാളുമായി നിങ്ങൾ സംസാരിക്കില്ല. അതിനാൽ താൽക്കാലികമായി നിർത്തി നിങ്ങളുടെ ധാരണ ഇപ്പോൾ തന്നെ മാറ്റുക. നിങ്ങൾ അഭിസംബോധന ചെയ്യാൻ പോകുന്നയാൾ നിങ്ങളുടെ സ്വന്തം ശ്വാസത്തേക്കാൾ നിങ്ങളോട് അടുത്താണ്. നിങ്ങളുടെ സാഹചര്യത്തെക്കുറിച്ച് നിങ്ങളെക്കാൾ കൂടുതൽ ബോധവാനാണ്. നിങ്ങൾ കേൾക്കുന്നതിൽ മുമ്പത്തേക്കാൾ നിങ്ങളോട് സംസാരിക്കുന്നതിൽ കൂടുതൽ താല്പര്യമുള്ളവനുമാണ്. രണ്ടാമത്തെ ഘട്ടം, അവൻ നിങ്ങളെ സമീപിക്കാൻ ക്ഷണിക്കുന്ന രീതിയിൽ അവനെ സമീപിക്കുക. പരിശുദ്ധാത്മാവിനെ സമീപിക്കുന്നതിന് ഒരു പവിത്രമായ താളമുണ്ട്. അത് മിക്ക ആളുകളും പ്രതീക്ഷിക്കുന്നതിലും സൗമ്യമാണ്. അവൻ പ്രകടനം ആവശ്യപ്പെടുന്നില്ല, അലങ്കാരമായ സംസാരം ആവശ്യപ്പെടുന്നില്ല. എന്നാൽ പലരും അവഗണിക്കുന്ന ഒന്ന് അവൻ ആവശ്യപ്പെടുന്നു. അത് സ്വാഗതത്തിൻ്റെ ഒരു ഭാവമാണ്. ലൂക്കോസ് 11:13 യേശു പറഞ്ഞു, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകും. ചോദിക്കുക എന്ന വാക്ക് ആകസ്മികമല്ല. അത് ആശ്രയത്വം, പ്രതീക്ഷ, വിശപ്പ് എന്നിവയെ സൂചിപ്പിക്കുന്നു. ആത്മാവ് തന്നെ പരസ്യമായി ക്ഷണിക്കുകയും ഉത്തരങ്ങളെക്കാൾ കൂടുതൽ അവനെ ആഗ്രഹിക്കുന്ന ആത്മാവിനടുത്ത് തങ്ങുകയും ചെയ്യുന്ന ഹൃദയത്തിലേക്ക് നീങ്ങുന്നു. അതിനാൽ നിങ്ങൾ അവനോടൊപ്പം സംസാരിക്കാനിരിക്കുമ്പോൾ അഭ്യർത്ഥനകളോടെയല്ല, സ്വാഗതത്തോടെ ആരംഭിക്കുക. അവൻ്റെ സാന്നിധ്യം പേരുപയോഗിച്ച് അംഗീകരിക്കുക. നിങ്ങൾ പറയുക, പരിശുദ്ധാത്മാവേ, നീ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ പ്രകടനം നടത്തുന്നില്ല, ഞാൻ നടിക്കുകയല്ല. ഇന്ന് നിന്നെ അറിയാനും നീ അറിയപ്പെടാനും ഞാൻ ആഗ്രഹിക്കുന്നു. ആ നിമിഷത്തിൽ ആഴമേറിയ എന്തെങ്കിലും സംഭവിക്കുന്നു. നിങ്ങളുടെ ആന്തരിക ലോകത്തിൻ്റെ അന്തരീക്ഷം മൃദുവാകുന്നു. നിശ്ചലത മങ്ങുന്നു. ദിവസം മുഴുവൻ വാദപ്രതിവാദങ്ങൾ, സമയപരിധികൾ, ബഹളങ്ങൾ എന്നിവയാൽ നിറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അറ അത് ശാന്തമാകാൻ തുടങ്ങുന്നു. പിന്നെ മാത്രമേ നിങ്ങളുടെ സത്യസന്ധമായ വാക്കുകൾ കൊണ്ടുവരൂ. അവൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് നിങ്ങൾ കരുതുന്നതല്ല. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ തോന്നുന്നത് അവനോട് പറയുക. അവന് ഇതിനകം തന്നെ അതറിയാം. 139 സങ്കീർത്തനത്തിൻ്റെ 4 വാക്യത്തിൽ പ്രഖ്യാപിക്കുന്നു, എൻ്റെ നാവിൽ ഒരു വാക്കുമില്ല, പക്ഷേ ഇതാ കർത്താവേ, നീ അത് പൂർണ്ണമായും അറിയുന്നു. ഒളിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. മറഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല, പക്ഷേ സത്യസന്ധമായ ഹൃദയങ്ങൾക്ക് എല്ലായ്പ്പോഴും കേൾക്കാം. മൂന്നാമത്തെ ഘട്ടം, അവൻ സംസാരിക്കുന്ന യഥാർത്ഥ ഭാഷ നിങ്ങൾ പഠിക്കുക. ഇപ്പോൾ നമ്മൾ മിക്കവാറും എല്ലാ ആത്മാർത്ഥ വിശ്വാസികളെയും വേട്ടയാടുന്ന ചോദ്യത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അവൻ എങ്ങനെ സംസാരിക്കും? കാരണം നിങ്ങൾക്ക് അവൻ്റെ ഭാഷ അറിയില്ലെങ്കിൽ നിങ്ങൾ അവൻ്റെ സാന്നിധ്യത്തിൽ ഇരുന്ന് ഓരോ വാക്യവും നഷ്ടപ്പെടുത്തും. പരിശുദ്ധാത്മാവ് അപൂർവമായി മാത്രമേ കേൾക്കാവുന്ന ഇടിമുഴക്കത്തിൽ സംസാരിക്കുന്നുള്ളൂ. അവൻ വളരെ അടുപ്പമുള്ള ഒന്നിൽ സംസാരിക്കുന്നു. പ്രഖ്യാപിക്കാതെ വരുന്നതും വ്യക്തമായ ഭാരം വഹിക്കുന്നതുമായ സൗമ്യമായ ആന്തരിക അറിവാണ്. യോഹന്നാൻ 16:13 യേശു അവനെ ഇങ്ങനെ വിശേഷിപ്പിച്ചു, അവൻ സ്വന്തം അധികാരത്തിൽ സംസാരിക്കില്ല, എന്നാൽ അവൻ കേൾക്കുന്നത് അവൻ സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളോട് പറയും. പറയുക എന്ന വാക്ക് ശ്രദ്ധിക്കൂ. അത് സംഭാഷണപരമാണ്, അത് ബന്ധപരമാണ്, അത് തുടരുകയാണ്. അവൻ പ്രധാനമായും 4 ചാനലുകളിലൂടെ ആശയവിനിമയം നടത്തുന്നു. നിങ്ങളവ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മീയ കാതുകൾ മുമ്പൊരിക്കലും ഇല്ലാത്ത വിധത്തിൽ തുറക്കും. ഒന്നാമതായി, അവൻ ആന്തരിക സാക്ഷിയിലൂടെ സംസാരിക്കുന്നു. എന്തെങ്കിലും ശരിയോ തെറ്റോ ആയിരിക്കുമ്പോൾ
നിങ്ങളുടെ യുക്തിക്ക് അത് വിശദീകരിക്കാൻ കഴിയാത്തപ്പോൾ പോലും നിങ്ങളുടെ ആത്മാവിൽ സ്ഥിരതാമസമാക്കുന്ന ആ ശാന്തവും ആഴത്തിലുള്ളതുമായ ഒരു ഉറപ്പ്. റോമർ 8:16 പറയുന്നു, ആത്മാവ് തന്നെ നമ്മുടെ ആത്മാവിനൊപ്പം സാക്ഷ്യം വഹിക്കുന്നു. രണ്ടാമതായി, നിങ്ങൾ 100 തവണ വായിച്ച ഒരു വാക്യം പെട്ടെന്ന് എഴുന്നേറ്റ് നിങ്ങളുടെ കൃത്യമായ സാഹചര്യത്തെ അഭിസംബോധന ചെയ്യുന്ന നിമിഷമുണ്ട്. അത് തിരുവെഴുത്തിൻ്റെ പ്രകാശത്തിലൂടെ അവൻ സംസാരിക്കുന്നതാണ്. മൂന്നാമതായി, വിശദീകരിക്കപ്പെട്ട അവബോധം എന്ന് നമുക്ക് വിളിക്കാവുന്നതിലൂടെ അവൻ സംസാരിക്കുന്നു. നിങ്ങൾ സ്വാഭാവികമായി ഉളവാക്കുന്നതിനേക്കാൾ ജ്ഞാനമുള്ളതോ കൂടുതൽ സ്നേഹമുള്ളതോ കൂടുതൽ ക്ഷമയുള്ളതോ ആയ ഒരു ചിന്ത, കടമെടുത്ത ആ ജ്ഞാനം പലപ്പോഴും അവനാണ്. നാലാമതായി, ഒരു പ്രസംഗം, ഒരു സുഹൃത്തിൻ്റെ വാക്കുകൾ, ഒരു വാക്യം എന്നിവയെല്ലാം ദിവസങ്ങൾക്കുള്ളിൽ ഒരേ വിഷയത്തിൽ ഒത്തുചേരുമ്പോൾ ദൈവീകമായി ക്രമീകരിച്ച സ്ഥിരീകരണത്തിലൂടെയാണ് അവൻ സംസാരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഒരിക്കലും വ്യക്തതയില്ലാത്തതല്ല. നമ്മൾ കേവലം പരിശീലനം ലഭിക്കാത്തവരാണ്. ഇതുവരെയുള്ള ഈ സന്ദേശം നിങ്ങൾ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ ഒരു നിമിഷം എടുക്കൂ. ദൈവവചനം പ്രചരിപ്പിക്കുന്നത് തുടരുവാൻ നിങ്ങളുടെ പിന്തുണ ഞങ്ങളെ സഹായിക്കും. നാലാമത്തെ ഘട്ടം, വിശുദ്ധ നിശ്ചലതയുടെ ശിക്ഷണത്തിൽ പ്രാവീണ്യം നേടുക. ആധുനിക വിശ്വാസികൾ ഒരു മന്ത്രണം കേൾക്കാൻ പാടുപെടുമ്പോൾ പുരാതന വിശുദ്ധന്മാർ ദൈവത്തിൻ്റെ ശബ്ദം ഇത്ര വ്യക്തമായി കേട്ടതിന് ഒരു കാരണമുണ്ട്. അവർ നിശ്ചലതയിലാണ് ജീവിച്ചത്. നമ്മൾ ശബ്ദത്തിലാണ് ജീവിക്കുന്നത്. ഹബക്കൂക്ക് 2:20 പറയുന്നു, എന്നാൽ കർത്താവ് തൻ്റെ വിശുദ്ധ മന്ദിരത്തിലാണ്, ഭൂമി മുഴുവൻ അവൻ്റെ മുമ്പാകെ മൗനം പാലിക്കട്ടെ. നിശബ്ദത എന്നത് ശബ്ദത്തിൻ്റെ അഭാവമല്ല, നിത്യമായത് കേൾക്കാൻ കഴിയുന്ന തരത്തിൽ ആന്തരിക സ്വത്വത്തെ മനഃപൂർവ്വം നിശബ്ദമാക്കലാണത്. ശാന്തമായ ഒരു മുറിയിൽ ഒരു സുഹൃത്തിൻ്റെ ശബ്ദത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങളുടെ പോഡ്കാസ്റ്റുകളിലൂടെയോ നിങ്ങളുടെ സ്ക്രോളിങ്ങിലൂടെയോ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത സംഭാഷണങ്ങളുടെ അനന്തമായ മാനസിക റിഹേഴ്സലുകളിലൂടെയോ അവൻ അലറുകയില്ല. പ്രവാചകനായ ഏലിയാവിനെ പരിഗണിക്കൂ. കർമ്മേൽ പർവ്വതത്തിലെ ഏറ്റവും വലിയ വിജയത്തിന് ശേഷം ദൈവം അവനെ കാറ്റിലോ ഭൂകമ്പത്തിലോ തീയിലോ കണ്ടുമുട്ടിയില്ല. 1 രാജാക്കന്മാർ 19:12 ദൈവം ഒരു നിശ്ചലമായ ചെറിയ ശബ്ദത്തിൽ വന്നതായി പറയുന്നു. ഏലിയാവ് ഒരു ഗുഹയിലേക്ക് ഒതുങ്ങിപ്പോയതുകൊണ്ടാണ് അത് കേട്ടത്. നിങ്ങളുടെ ഗുഹ ഒരു പർവ്വതമായിരിക്കണമെന്നില്ല. സൂര്യോദയത്തിന് 10 മിനിറ്റ് മുമ്പ് അത് തിടുക്കമില്ലാതെ ആകാം. അത് അടച്ച വാതിലോ അടച്ച ലാപ്ടോപ്പോ തുറന്ന ഹൃദയമോ ആകാം. എന്നാൽ നിങ്ങൾ അതിനെ പവിത്രമായി സംരക്ഷിക്കണം. കാരണം നിശ്ചലമായിരിക്കാൻ വിസമ്മതിക്കുന്ന ആത്മാവ് അവൻ്റെ ശബ്ദം ഒരിക്കലും കേൾക്കില്ല. ഇവിടെ വളരെ കുറച്ചു മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. നിശ്ചലത നിങ്ങൾ അവനെ കേൾക്കുന്നിടത്ത് മാത്രമല്ല, നിശ്ചലതയാണ് അവൻ നിങ്ങളെ സുഖപ്പെടുത്തുന്ന ഇടം. നിശബ്ദതയിൽ അവൻ സംസാരിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവൻ നിങ്ങളെ പുനഃസ്ഥാപിക്കുന്നു. ഉത്കണ്ഠകൾ കൂട്ടിയിണക്കുന്നത് അവൻ പുനഃക്രമീകരിക്കുന്നു. കുന്നുകൂടിയ നാണക്കേട് അവൻ കൊണ്ടുപോകുന്നു. ആധുനിക ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും വില കുറഞ്ഞ ആരാധനാ രീതിയാണ് നിശ്ചലതയുടെ ശിക്ഷണം. അഞ്ചാമത്തെ ഘട്ടം, നിങ്ങൾ കേൾക്കുന്നത് ആത്മീയ കൃത്യതയോടെ പരിശോധിക്കുക. കേൾക്കൽ ഒരു സമ്മാനമാണ്, വിവേചന ബുദ്ധി മറ്റൊന്നാണ്. ആത്മാർത്ഥതയുള്ള പല വിശ്വാസികളും സ്വന്തം ആഗ്രഹങ്ങൾ, ഭയങ്ങൾ അല്ലെങ്കിൽ ആത്മീയ വഞ്ചന എന്നിവയെ ദൈവത്തിൻ്റെ ശബ്ദമായി തെറ്റിദ്ധരിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതത്തെ തകർത്തിട്ടുണ്ട്. അതിനാൽ പരീക്ഷിക്കാൻ തിരുവെഴുത്ത് നമ്മളോട് കൽപ്പിക്കുന്നു. 1 യോഹന്നാൻ 4:1 പറയുന്നു, പ്രിയമുള്ളവരെ, എല്ലാ ആത്മാവിനെയും വിശ്വസിക്കരുത്, ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് പരിശോധിക്കുക. ഇത് അവിശ്വാസമല്ല, ഇതാണ് പക്വത. നിങ്ങൾ അതിൽ പ്രവർത്തിക്കുന്നതിന് മുമ്പ് ഓരോ ധാരണയും കടന്നുപോകേണ്ട 4 വിശ്വസനീയമായ ഫിൽറ്ററുകൾ ഉണ്ട്. ആദ്യം തിരുവെഴുത്തുകളുടെ ഫിൽറ്ററാണ്. പരിശുദ്ധാത്മാവ് ഒരിക്കലും അവൻ തന്നെ ഇൻസ്പയർഡായി എഴുതപ്പെട്ട വചനത്തിന് വിരുദ്ധമായ ഒന്നും ചെയ്യാൻ നിങ്ങളെ നയിക്കില്ല. ഒരു ശബ്ദം ബൈബിളിന് വിരുദ്ധമാണെങ്കിൽ അത് എത്ര ആത്മീയമായി തോന്നിയാലും അത് അവനല്ല. രണ്ടാമതായി, സമാധാനത്തിൻ്റെ അരിപ്പ. കൊലോസ്യർ 3:15 പറയുന്നു, ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അവൻ്റെ നേതൃത്വം നിങ്ങളെ വെല്ലുവിളിച്ചേക്കാം, നിങ്ങളെ വലിച്ചു നീട്ടിയേക്കാം, നിങ്ങളുടെ ജഡത്തെ ഭയപ്പെടുത്തിയേക്കാം, പക്ഷേ അത് സ്ഥിരമായ സമാധാനത്തിൻ്റെ ഒരു അന്തർധാരയെ വഹിക്കും. മൂന്നാമതായി, ക്രിസ്തു തുല്യതയുടെ അരിപ്പ. യോഹന്നാൻ 16:14 ആത്മാവിൻ്റെ കേന്ദ്ര ദൗത്യം യേശുവിനെ മഹത്വപ്പെടുത്തുക എന്നതാണ് എന്ന് വെളിപ്പെടുത്തുന്നു. അവൻ പറയുന്നതെന്തും ക്രിസ്തുവിൻ്റെ ഹൃദയം പോലെ തോന്നും. എളിമ, സത്യസന്ധത, വീണ്ടെടുപ്പ്, ഒരിക്കലും ക്രൂരതയില്ല, ഒരിക്കലും അഹങ്കാരവുമില്ല. നാലാമതായി, ബലത്തിൻ്റെ അരിപ്പ. കാലക്രമേണ അവൻ്റെ ശബ്ദം ഗലാത്യർ 5:22 പട്ടികപ്പെടുത്തിയിരിക്കുന്ന ബലം പുറപ്പെടുവിക്കും. സ്നേഹം, സന്തോഷം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മനിയന്ത്രണം. നിങ്ങൾ പിന്തുടരുന്ന ഒരു ശബ്ദം കയ്പ്, ഭിന്നത, അഹങ്കാരം എന്നിവയ്ക്ക് കാരണമായിട്ടുണ്ടെങ്കിൽ ഉറവിടം ദൈവികമല്ല. നിങ്ങൾ കേൾക്കുന്നത് പരീക്ഷിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ശബ്ദം നിങ്ങൾക്ക് ഇനി ഒരിക്കലും ആശയക്കുഴപ്പത്തിലാക്കാൻ കഴിയാത്ത ശബ്ദമായി മാറും. ആറാമത്തെ ഘട്ടം, പൊട്ടാത്ത കൂട്ടായ്മയുടെ ജീവിതം കെട്ടിപ്പടുക്കുക. പരിശുദ്ധാത്മാവിനോട് അടുത്ത് നടക്കുന്നവരുടെ ഏറ്റവും ആഴമേറിയ രഹസ്യം അവർ ഒരു രീതി പഠിച്ചു എന്നല്ല, അവർ ഒരു ജീവിതശൈലി പഠിച്ചു എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അവർ നിശ്ചിത സമയങ്ങളിൽ അവനെ സന്ദർശിക്കുന്നില്ല,
അവർ തുടർച്ചയായ ഒരു കൂട്ടാളിയായി അവനുമായി ആശയവിനിമയം നടത്തുന്നു. 1 തെസ്സലോനിക്കർ 5:17 പറയുന്നു, ഇടവിടാതെ പ്രാർത്ഥിക്കുക. ഉണർന്നിരിക്കുന്ന ഓരോ നിമിഷവും വാക്കുകൾ ഉച്ചരിക്കുക എന്നല്ല ഇതിനർത്ഥം. ഒരിക്കലും പിന്മാറ്റത്തിലേക്ക് പോകാതെ ജീവിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവൻ ഇവിടെയുണ്ട്, അവൻ ശ്രദ്ധിക്കുന്നു, ഏത് നിമിഷവും അവനെ തടസ്സപ്പെടുത്താൻ സ്വാഗതം ചെയ്യപ്പെടുന്നു എന്നതിൻ്റെ ഒരു തുടർച്ചയായ അവബോധമാണ് അത്. നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് അവനോട് സംസാരിക്കാം. പാത്രങ്ങൾ കഴുകുമ്പോഴും നിങ്ങൾക്ക് അവനെ ശ്രദ്ധിക്കാം. ബുദ്ധിമുട്ടുള്ള ഒരു സംഭാഷണത്തിനിടയിൽ മറ്റൊരാൾ സംസാരിക്കുമ്പോൾ ശരിയായ വാക്കിനായി നിശബ്ദമായി ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് അവരിൽ ചാരിയിരിക്കാം. ഗലാത്യർ 5:25 പൗലോസ് അപ്പോസ്തലൻ വിവരിച്ച നിർബന്ധിതമല്ലാത്ത ഒരു താളമാണ് ഇത്. നാം ആത്മാവിൽ ജീവിക്കുന്നുവെങ്കിൽ നമുക്ക് ആത്മാവിൽ നടക്കാം. ആത്മാവിൽ നടക്കുക എന്നാൽ ഒരാളോടൊപ്പം ജീവിക്കുക എന്നതാണ്. അവൻ ചായുമ്പോൾ ചാരി, അവൻ നിർത്തുമ്പോൾ നിർത്തുക, അവൻ നീങ്ങുമ്പോൾ നീങ്ങുക. ആത്മീയ കേൾവിയുടെ മനോഹരമായ നിയമം ഇതാ. നിങ്ങൾ കേൾക്കുന്നതെല്ലാം അനുസരിക്കുമ്പോഴെല്ലാം നിങ്ങളുടെ കേൾവിയുടെ മൂർച്ച കൂട്ടുന്നു. നിങ്ങളത് അവഗണിക്കുമ്പോഴെല്ലാം നിങ്ങളുടെ കേൾവി മങ്ങുന്നു. അനുസരണം ആത്മാവിൻ്റെ ശബ്ദത്തിൻ്റെ മുട്ടാണ്. നിങ്ങൾ കൂടുതൽ പ്രതികരിക്കും തോറും അവൻ കൂടുതൽ വ്യക്തമാകും. ഒരു ദിവസം നിങ്ങളുടെ ചിന്തകൾക്കും അവൻ്റെ മന്ത്രിപ്പുകൾക്കും ഇടയിലുള്ള രേഖ വളരെ നേർത്തതും പരിചിതവുമായി തീർന്നിരിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതുവരെ ദൈവത്തോടൊപ്പം നടക്കുന്നത് ഇനി സ്വർഗത്തിലേക്ക് എത്തുന്നതായി തോന്നുന്നില്ല, വീട്ടിലേക്ക് വരുന്നത് പോലെ തോന്നുന്നു. എൻ്റെ സുഹൃത്തുക്കളെ, പരിശുദ്ധാത്മാവ് ഒരിക്കലും സംസാരിക്കുന്നത് നിർത്തിയിട്ടില്ല. നിങ്ങൾ ഒടുവിൽ കേൾക്കാൻ പഠിക്കുകയാണ്. നിശബ്ദതയിലേക്ക് കടക്കുക. നിങ്ങളുടെ ഹൃദയം തുറന്ന് നിങ്ങൾ കൊതിച്ച സംഭാഷണം ഇന്ന് ആരംഭിക്കട്ടെ. ഈ സന്ദേശം നിങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യുക: കർത്താവേ, ഞാൻ കേൾക്കുന്നു. ഈ പഠിപ്പിക്കൽ നിങ്ങളെ അനുഗ്രഹിച്ചുവെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ ഒരു നിമിഷമെടുക്കുക. ഒരു വാക്കുപോലും നഷ്ടപ്പെടുത്താതിരിക്കാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ഇത് കേൾക്കേണ്ട ഒരാളുമായി ഇത് ഷെയർ ചെയ്യുക. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.